ഇപ്പോൾ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്നുള്ള തത്സമയ ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്തിന് ഏതാണ്ട് മീറ്ററുകൾ അകലെ മാറി വനപ്രദേശത്താണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. അവിടെ ചെങ്കുത്തായ രീതിയിലുള്ള പ്രദേശം ചെങ്കുത്തായ രീതിയിൽ മാറിയത് ഈ ഉരുൾപൊട്ടലിന് ശേഷമാണ്. അവിടെ ഉണ്ടായിരുന്ന മണ്ണും കല്ലും ഒന്നാകെ ഇളകി വരികയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഭൂപ്രതലത്തെ മുഴുവൻ തുടച്ചു നീക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് ഉരുൾ കുത്തിയൊലിച്ച് വരികയും ചെയ്തത്. അതിന് തത്സമയ ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ഇന്ത്യ കണ്ടിട്ടുള്ള സമീപകാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്ന് രൂപപ്പെട്ടത്. ഏതാണ്ട് 2-3 ദിവസം ഒരുമിച്ച് പെയ്യേണ്ട മഴയാണ് ഒറ്റയടിക്ക് ഈ പ്രദേശത്ത് പെയ്യുകയും പിന്നീട് അതിതീവ്രമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. താരതമ്യേന വളരെ കട്ടിയില്ലാത്ത മിനുസമുള്ള മണ്ണാണ്, ചെളി കൂടിയിട്ടുള്ള മണ്ണാണ്. അതിൻ്റെ അടിയിൽ പാറകളുള്ള ഒരു പ്രദേശമാണ്. അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണ് ഈ പറയുന്ന മേപ്പാടി കുന്നുകൾ എന്ന് പറയുന്നത്. ആ പ്രദേശമാണ് ഒന്നാകെ ഉരുണ്ടൊലിച്ചു വന്നത്. വലിയ ശക്തമായ രീതിയിലുള്ള മഴ വന്നപ്പോഴേക്കും മണ്ണിന് ഉൾക്കൊള്ളാനാവുന്നതിലും അധികം വെള്ളം ആ പ്രദേശത്ത് എത്തുകയും പിന്നീട് ആ വെള്ളത്തെ ഒന്നാകെ പുറംതള്ളുന്ന വഴിക്ക് മേൽമണ്ണ് ഒലിച്ചു പോവുകയായിരുന്നു. മേൽമണ്ണ് ഒലിച്ചു പോകുമ്പോൾ സാധാരണ നിലയിൽ അടിയിൽ ഉറപ്പുള്ള മണ്ണുണ്ടെങ്കിൽ ഇത്ര വലിയ ഒരു മണ്ണൊലിപ്പുണ്ടാകില്ല, ഉരുൾപൊട്ടൽ ഉണ്ടാകില്ല, അതൊരു ഉരുളായി മാറുകയില്ല. പക്ഷെ അടിയിൽ പാറയായിരുന്നു. പിന്നീട് ആ പാറയും ഉരുണ്ടൊലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആ വഴിയിലുണ്ടായിരുന്ന മണ്ണിനെ മുഴുവൻ എടുത്തുകൊണ്ടാണ് ഏതാണ്ട് 6-7 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്ര വലിയ നാശം വിധിച്ചിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിൻ്റെ തത്സമയ ഡ്രോൺ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ ഉത്ഭവസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങൾ, പുഞ്ചിരിമട്ടത്തു നിന്നുള്ള നിരവധി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടെങ്കിലും ഇത്ര അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലവിൽ കാലാവസ്ഥ ഉൾപ്പെടെ അവിടെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ മേഖലയിലേക്ക് ഡ്രോൺ എത്തിക്കാനും സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രേക്ഷകർ നോക്കുക, അവിടെ ഈ വിധത്തിൽ കാണുന്നത് പോലെ ഒരു നീർച്ചാലൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ചാലിയാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴിയായിട്ടുള്ള ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന മുണ്ടക്കൈ കുന്നുകളാണ്. ഇതിനപ്പുറ ഭാഗത്തും നിലമ്പൂർ വനപ്രദേശമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുൻപ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിലമ്പൂർ രാജവംശത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പിന്നീട് ദേവസ്വത്തിൻ്റെ കയ്യിലായി മാറിയിട്ടുള്ള സ്ഥലമാണ്. പിന്നീട് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്താണ് ഈ ഭൂമിയെല്ലാം തന്നെ ഏറ്റെടുക്കുകയും അവിടെ തേയില നടുന്ന ഒരു പ്രവൃത്തിയിലേക്ക് കടക്കുകയും ചെയ്തത്. പിന്നീടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് പലവിധ കമ്പനികളിലേക്ക് പോവുകയും ചെയ്തു. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസ് ലിമിറ്റഡ് ആണ് പ്രധാനമായും ഈ മേഖലയിൽ നിലവിൽ ഭൂമി ഉടമസ്ഥാവകാശമുള്ള കമ്പനികൾ. പല സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളും വൻകിട കമ്പനികളുടെ തേയിലത്തോട്ടങ്ങളും ഉൾപ്പെടെയുണ്ട്. ആ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന വളരെ സാധാരണക്കാരായ വ്യക്തികളായിരുന്നു ഈ മണ്ണിൽ അധിവസിച്ചിരുന്ന മനുഷ്യരെന്ന് പറയുന്നത്. പല നാടുകളിൽ നിന്ന്, മധ്യ തിരുവിതാംകൂറിൽ നിന്ന്, പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്ന് ഉൾപ്പെടെ കുടിയേറി വന്നിട്ടുള്ള ആളുകളാണ് ആദ്യഘട്ടത്തിൽ ഈ ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നത്. മുണ്ടക്കൈ കുടിയേറ്റത്തിൻ്റെ 2ാം ഘട്ടത്തിലാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായി വരുന്നത്. മലബാറിൽ നിന്നുള്ള കുടിയേറ്റം അവസാന കാലത്താണ് ഉണ്ടാകുന്നത്. കോഴിക്കോട്, ഒപ്പം തന്നെ മലപ്പുറത്തെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ആളുകൾ ഇവിടെ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളായി വന്നിട്ടുള്ള ആളുകളായിരുന്നു. പലവിധത്തിലുള്ള തൊഴിലാളികളായി വരികയും പിന്നീട് അവിടെ ഭൂമി വാങ്ങുകയും അതിനുശേഷം അവിടെ താമസമാക്കുകയും ചെയ്തതാണ്. പതിറ്റാണ്ടുകളായി ജനങ്ങൾ അധിവസിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ണാണ് ഇത്ര വലിയ ഒരു പ്രകൃതി ദുരന്തത്തിൽ ഇല്ലാതായിരിക്കുന്നത്. നേരത്തെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ആവശ്യം ഉന്നയിക്കുകയും കേന്ദ്രത്തിന് മുന്നിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട വിധത്തിലുള്ള സമീപകാലത്ത് ഇന്ത്യ കണ്ടിട്ടുള്ള വലിയ ഒരു തകർച്ചയാണ് ആ നാടിനുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഉത്ഭവസ്ഥാനത്ത് നിന്ന് യഥാർത്ഥത്തിൽ ഉത്ഭവസ്ഥാനം പുഞ്ചിരിമട്ടത്തിന് ഏതാനും മീറ്ററുകൾക്ക് മുകളിലുള്ള വനപ്രദേശമാണെങ്കിൽ പോലും പ്രതികൂല കാലാവസ്ഥയായതിനാൽ ഇതിനു മുൻപ് നമുക്ക് അവിടെ നിന്ന് അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അനുകൂല കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് ഈ ഉത്ഭവസ്ഥാനത്ത്, ഈ വനപ്രദേശത്തിനടുത്തുള്ള ഉത്ഭവസ്ഥാനത്തേക്ക് നമ്മുടെ ഡ്രോൺ എത്തിക്കാൻ സാധിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ നേരത്തെ എല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു പുഴ അവിടെ സമാന്തരമായി രൂപപ്പെട്ടു. പുഴയുടെ നിലവിലുണ്ടായിരുന്ന ഇരുവഴിഞ്ഞിപ്പുഴയുടെ ദിശ മാറി ഒഴുകിയതിന് ഒപ്പം തന്നെ മറ്റൊരു പുഴ അതിൻ്റെ ഒരു കൈവഴിയായി സമാന്തരമായി രൂപപ്പെടുകയായിരുന്നു.